ഹലോ എവ്രി വൺ. മഴ ഇപ്പം പെയ്യും എന്നുള്ള കണ്ടീഷനിലിരിക്കുവാണ്. ഞങ്ങൾ അങ്ങനെ ചെറിയൊരു യാത്രയിലാണ്. അപ്പം ഇങ്ങനെ യാത്രയിലായപ്പോൾ ഞാൻ യാത്രകളെ പറ്റി ഒന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പം നമുക്ക് അടുത്ത് പോകാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. അധികം ടൂറിസ്റ്റ് തിരക്കില്ലാത്ത സ്ഥലങ്ങളാണ്, ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പലർക്കും അറിയില്ല എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന്. ഇവിടെ എറണാകുളത്ത് നിന്ന് പോവുകയാണെങ്കിൽ വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു 3.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ ഒരു ബ്രിട്ടീഷ് ചേർച്ചിൻ്റെ കാര്യം, ചേർച്ചും സിമിട്രിയൊക്കെ. അത് ആ കുട്ടിക്കാനം ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതവിടെ കാണാം. പിന്നെ അവിടെ ഈ ഒരു മദാമക്കുളം ഉണ്ട്. അതായത് ഞാൻ കാണിച്ചിരുന്നില്ലേ ഒരു സായിപ്പിൻ്റെ കുതിരേനെയൊക്കെ അടക്കം ചെയ്തിരുന്നത്. അവരുടെ മദാമ അവിടെ ആ കുതിരപ്പുറത്ത് ഇങ്ങനെ പോയി അവിടെ കുളിക്കാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ചൊരു ചെറിയൊരു പൂള് പോലെയുള്ള സ്ഥലമാണ് ഈ മദാമക്കുളം എന്ന് പറയുന്നത്. അത് കാണാൻ പോകേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പോകുന്ന വഴിക്ക് ഫുൾ പേരയ്ക്കാത്തോട്ടമാണ്. ഇഷ്ടം പോലെ പേരയ്ക്ക നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പറിച്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് പോകാം. ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാം. അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് 1-2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തൊട്ടടുത്താണ് പീരുമേടും ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെയും കുറച്ച് നമുക്ക് കാണാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പം തേനി ആ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലനേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.